കേരളത്തിൽ വീണ്ടും ഹിജാബിൻ്റെ ഇഷ്യൂ കയറി വന്നു. ഇപ്രാവശ്യം എറണാകുളം പള്ളുരുത്തിയിലാണ് ഇഷ്യൂ ഉണ്ടായത്. കാരണം ഞാൻ ആദ്യം ഇഷ്യൂ അറിഞ്ഞ ശേഷം ഡെലിബറേറ്റ് ആയിട്ടൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. കാരണം അത് ശരിയല്ല ഇതിനെപ്പറ്റി പെട്ടെന്ന് ഒരു വ്യാഖ്യാനവും അനലൈസ് നടത്തുക എന്ന് പറയുന്നത്. അത് ആമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യണം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സ്കൂൾ മാനേജ്മെൻറ്റ് യൂണിഫോമിനെ പറ്റി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടിയിൽ പറഞ്ഞു അത് സ്കൂൾ മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ ഓർഡർ വന്നു. അതായത് സ്കൂൾ മാനേജ്മെൻറ്റിനാണ് യൂണിഫോമിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ സുപ്രധാന വകുപ്പുകളിലൊന്നാണ് എഡ്യൂക്കേഷൻ. മിനിസ്റ്റർ എന്ന് പറയുന്നത് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കുഴപ്പമൊന്നുമില്ലാതെ ഇത് ഓടിച്ചുകൊണ്ട് പോയെന്ന അഭിപ്രായമുള്ള ഒരാളാണ്. 3 സ്റ്റേറ്റ്മെൻറ്റാണ് മാറ്റി പറഞ്ഞത്. അതായത് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നെ അതിന് നേരെ യു ടേൺ വേറെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, പിന്നീടും വേറെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പിന്നീട് ഈ കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ പേരൻസുമായിട്ട് സംസാരിച്ചിട്ട് ആരൊക്കെ ഇടപെട്ടിട്ട് ആ കുട്ടിക്ക് കേരളത്തിലെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏത് രീതിയിലാണ് പറയുന്നത് ആ രീതിയിലുള്ള യൂണിഫോമുമായിട്ട് പോകാം എന്നുള്ള ധാരണയിലായി. ഇത് പറയാനുണ്ടായ ഈ വിഷയം ഒരു നാഷണൽ ടോപ്പിക്കാണ്. ഇവിടുത്തെ ദേശീയ പത്രങ്ങളെല്ലാം അതിൻ്റെ വെബ്സൈറ്റുകളിലെല്ലാം കേരളത്തിലെ ഹിജാബിൻ്റെ ഇഷ്യൂ. കാരണം സുപ്രീം കോടതി ഇപ്പോഴും അതിൻ്റെ ആർഗ്യുമെൻ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം മംഗലാപുരത്തുണ്ടായ സംഭവം വലിയ നാഷണൽ ഇഷ്യൂ ആയി. അതിനുശേഷം ഇന്ത്യയിലെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പല ടോപ്പിക്സും ഡിസ്കഷനും ഒക്കെ ഉണ്ടായി. ഞാൻ ഈ ഇഷ്യൂ പറയുമ്പോൾ പ്രധാനമായിട്ടും സെൻസിറ്റീവാന്ന് പറയുന്നതിൻ്റെ കാര്യം, അതായത് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് അവരാദ്യം മനസ്സിലാക്കണം ഇഷ്യൂ സെൻസിറ്റീവാണ്. ഒരു മിനിസ്റ്റർ ഇടപെടുന്നത് അല്ല, മിനിസ്റ്ററിൻ്റെ അടുത്തോട്ടൊരു കാര്യം ഈ സംഭവം ശ്രദ്ധയിൽ വരുമ്പോൾ നോട്ടീസബിൾ ആകുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം പറയേണ്ടത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ. സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടും കുട്ടിയുടെ പേരൻസുമായിട്ടും PTA അതായത് PTA പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരുമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽ ചെയ്യാം. ഈ രീതിയിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തീരേണ്ട ഒരു ഇഷ്യൂ ആണിത്. മന്ത്രിയാണിത് ആകെ കുളമാക്കിയേക്കുന്നത് ഇപ്പോഴാ ഇഷ്യൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാമിക റാഡിക്കൽ ആ ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെയാണ് SDPI. അതിൻ്റെ പേരിൽ തന്നെയാണ് അവരുടെ പേരൻ്റ് ഓർഗനൈസേഷൻ PFI. അവരെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത് പല നേതാക്കളും ജയിലിൽ നിന്ന് ഇപ്പോൾ പല ആൾക്കാർക്കും ബെയില് കിട്ടി. അതായത് ഇന്ത്യയിൽ ബാൻ ചെയ്ത ഓർഗനൈസേഷനിലൊന്ന് അവരുടെ പൊളിറ്റിക്കൽ സംഘടനയാണ് SDPI. അപ്പം ഇവർക്ക് ഇതേപോലെയുള്ള വർഗീയ ഇഷ്യൂസ് കേരളത്തിൽ കത്തിക്കാനും അതേപോലെ മുസ്ലിം പോളറൈസേഷൻ അതായത് അജണ്ടയുടെ ഭാഗമാണ്. അതിനെ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ലീഗിലുള്ള പല ആൾക്കാരും പിന്തുണയും. കാരണം ഹിജാബിൻ്റെ ഇഷ്യൂവാണ്, മതപരമായ സംഭവങ്ങളാണ്. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനകത്തും വലിയൊരു വിഭാഗം ഈ SDPIയുടെ ആശയങ്ങൾ, കാരണം ഇലക്ഷൻ സമയത്ത് 2 കൂട്ടർ ഒരുമിച്ച് വോട്ട് ചെയ്ത് അവരവരുടെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കുന്ന കാര്യത്തിൽ അവരും മോശമൊന്നുമല്ല. പിന്നെ ഇതിനെ മീഡിയയിൽ കൂടെ കത്തിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം അവർക്ക് മീഡിയ 1 ചാനലുണ്ട്, മാധ്യമം ന്യൂസ് പേപ്പറുണ്ട്. ശരിക്കും ഇതേപോലെ ഇഷ്യൂവിനെ എങ്ങനെ കത്തിച്ച് നാശമാക്കി കുളമാക്കാമെന്നുള്ള അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന മറ്റു പല ഗ്രൂപ്പുകളുണ്ട്. അതായത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അനാറ്റമി നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള എലമെൻറ്റ്സ്, അതായത് ഞാൻ പറയുന്നത് ഫ്രിഞ്ച് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ ഇത് ഫ്രിഞ്ചായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് അതിനകത്ത് മാസീവായിട്ട്, അതായത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഈ ഹിജാബുമായിട്ടും നിക്കാബുമായിട്ടൊക്കെ വേണ്ടപ്പെട്ട സംഭവം നടക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് പോകുന്നത് വർഗീയതയിലേക്കാണ്. അവർ ലക്ഷ്യം വെക്കുന്ന എന്താണ്, അതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. അല്ലെങ്കിൽ കോതമംഗലത്തും തൊടുപുഴയിലൊക്കെ കോളേജുകളിനകത്ത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനോട് സമരം ചെയ്യുന്നു. കോളേജിനകത്ത് അവർക്ക് നിസ്കാരം നടത്താൻ സ്ഥലം വേണം. അതേപോലെ തന്നെ നേരത്തെ ഇതേപോലെ വയനാട് ഇതേപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്.
ഹിജാബുമായി ബന്ധപ്പെട്ട് അത് അവർ വന്നിട്ട് അവിടെ കന്യാസ്ത്രീകളോട് തർക്കിക്കുന്നു, അവരത് ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ടത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യുന്നു, ഡെലിബറേറ്റ് ആയിട്ട് ഇഷ്യൂ ഉണ്ടാക്കുക. അതായത് ഇവരുടെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർ, അവർ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോഴത്തെ അവരുടെ സ്പെസിഫിക് ടാർഗറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കാത്തലിക് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കാരണം ഒരു കാര്യം വളരെ സിമ്പിളല്ലേ, ആ സ്കൂളിൽ ഒരു കുട്ടി ചേരുന്നതിന് മുമ്പ് ഈ കുട്ടിയെ ഈ പറയുന്ന അവിടുത്തെ സ്കൂളുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അതിൻ്റെ പേരിൽ പേരൻസ് എല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം മാതൃകയായിരിക്കണം. അതാണ് അവിടെ ആ സ്കൂളിൻ്റെ, അതായത് എയ്ഡഡ് അല്ല അൺഎയ്ഡഡ് സ്കൂളാണ്. ഇതൊക്കെ അവർ പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട്, അവിടെ ഹിജാബിനേക്കാൾ അവർക്ക് നിക്കാബ് ഇട്ടോണ്ട് മറ്റേ പൂർണ്ണമായിട്ട് ചാക്ക് മുഖമെല്ലാം മൂടിക്കൊണ്ട് പോകാൻ പറ്റും. ആരെ എതിർക്കുന്നത്? അതിനെ ആരും എതിർക്കുന്നൊന്നുമില്ല. ആ സ്കൂൾ മാനേജ്മെൻറ്റിനും അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിയോടും ആ പേരൻസിനോടും പറഞ്ഞ കുട്ടിക്ക് TC തന്നിവിടാൻ, നിങ്ങൾക്ക് ഏത് സ്കൂളിലും കൊണ്ട് ചേർക്കാം. അതായത് അത്ര ഫ്രീഡമും ജനാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യയിൽ. ആ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമാണ്, അതായത് തലയിൽ ഒരു സ്കാർഫ് ഇടുക, പെണ്ണുങ്ങൾ ഇടുന്ന പോലെയുള്ള സംഭവം. അപ്പം അതിനെപ്പറ്റി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ആ രണ്ടാമത്തെ ന്യായീകരണമാണ് ഏറ്റവും തെറ്റെന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞ ബനാന റിപ്പബ്ലിക് അല്ല, ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ സിസ്റ്റങ്ങളുണ്ട്, കോടതിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉണ്ട്. അതിനകത്ത് ഇപ്പം നമ്മളിപ്പം കേരള പോലീസിനകത്ത് ചില ആൾക്കാർ പറയുക, അവർ നാളെ മുതൽ ചില ആൾക്കാർ, അതായത് മറ്റേ ഇസ്ലാമിക രീതിയിലുള്ള തൊപ്പിയും താടിയും വളർത്തും, ഇതാണ് അവർ യൂണിഫോം വെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ചോദ്യമാണ് ഈ ചോദ്യം. ഇതൊക്കെയാണ് ഈ മന്ത്രി ആദ്യം പഠിക്കേണ്ടത്. വെറുതെ വിടുമാത്രമല്ല പറയാൻ. ഇത് യൂണിഫോം എന്ന് പറയുന്നത് അവർ SDP ഉണ്ടാക്കിയെടുത്തൊരു ഇഷ്യൂ ആണിത്. ഇത് പല തലങ്ങളിലോട്ട് ബാധിക്കും. അതായത് യൂണിഫോം ഇടുന്ന ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സുകളുണ്ട്, പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, മറ്റു പല ഫോഴ്സുകളുണ്ട്. ഇവരൊന്നും അതിൻ്റെ അകത്തുള്ള പല ആൾക്കാരും പറയുക, നാളെ മുതൽ കേരള പോലീസിൻ്റെ യൂണിഫോമിനേക്കാളും ഈ യൂണിഫോം കോഡ് മാറ്റിയിട്ട് ഇതേപോലുള്ള താടിയും തൊപ്പിയൊക്കെയാണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത്. കാരണം ഇതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവിടുത്തെ പോലീസിനും അവിടുത്തെ ഡിഫൻസ് ഫോഴ്സിനകത്തും ഒക്കെ ഉള്ള സംഭവമാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇവിടെ പോകുന്നതിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പേരിലാണ് ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോർട്ടാണെങ്കിലും ഇതിനെപ്പറ്റി വാദം പ്രതിവാദം നടത്തിയിട്ട്, അതായത് സ്കൂളാണ് തീരുമാനിക്കേണ്ടത് എന്ത് യൂണിഫോമാണ് സ്കൂളിൽ ധരിക്കേണ്ടത്. ഇപ്പോൾ സ്കൂളുമായിട്ട് ഈ കുട്ടിക്കൊരു എക്സംഷൻ വേണം, അതായത് തലയിൽ ഇത്ര തുണി ഇടണം, അതായത് സ്കാർഫ് ഇടണം. അത് സിമ്പിളായിട്ട് പറഞ്ഞ് ചെയ്ത് തീരാവുന്നൊരു ഇഷ്യൂ ഇത്രയും വഷളാക്കിയതാരാ? ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റുകൾ. അതായത് ഞാൻ പറയുന്നത് ഫാസിസ്റ്റ് എന്ന്, കാരണം അവൻ ഇത് മാത്രമാണ് നോക്കുന്നത്. അല്ല, അവരുടെ ലക്ഷ്യം വേറൊന്നുമില്ല. എങ്ങനെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, ഇഷ്യൂ ഉണ്ടാക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഗ്ലോബലായിട്ട് ഹമാസ് ഉൾപ്പെടെ എല്ലാ ഇസ്ലാമിക തീവ്രവാദികളും അവർ ബേസിക്കലി അവർ പൊട്ടന്മാരാണ്. ഇതേപോലെ പലയിടത്തും ഇഷ്യൂ ഉണ്ട്, അവസാനം അടിയും പിടിയും എല്ലാം കിട്ടും, അവസാനം എല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കയറും. ഇതാണല്ലോ ഈ പലയിടത്തും നോർത്ത് ഇന്ത്യയിൽ ഈ കലാപങ്ങളിലൊക്കെ തുടക്കം എവിടുന്നാണ് ശ്രദ്ധിച്ചുമാണ്. ഞാനിത് സ്റ്റഡി ചെയ്ത ഒരാളാണ്. ഈ പറയുന്ന ആൾക്കാർ 1-2 പേര് തുടങ്ങിയിട്ട് അവസാനം അടിയും പിടിയും എല്ലാം പോലീസിൻ്റെ അടിയും വെടിവെപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം വിളിച്ചുകൂടി ആ ഗ്രാമം വിട്ടേ അങ്ങ് പോകും. അതായത് കേരളം വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, എല്ലാവരും കൂടി ഒരുമിച്ച്. അപ്പം അതിനകത്തോട്ട് ഇതേപോലുള്ള വർഗീയ വിഷങ്ങൾ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ വേറെ സ്ഥലം, അടുത്ത് പള്ളി കൊണ്ടോടെ പോയി നിസ്കരിക്കുക. നിങ്ങൾ എന്തിനാ അതിൻ്റെ ആവശ്യം? നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജ്മെൻറ്റ് നടത്തുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്, അവിടെ പോയി പഠിച്ചോ. നിങ്ങളെ ആരും തടയുന്നില്ല. അതല്ല, ഡെലിബറേറ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതേപോലുള്ള നിയമപരമായ ഇഷ്യൂ ഒരു ടോപ്പിക്കായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആർക്കാ ഇത് ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നത്? ഒരു മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഇസ്ലാമിക റാഡിക്കൽ തീവ്രവാദികൾക്ക് ബേസിക്കലി ഇവർക്കൊരു കാരണവശാലും പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇഷ്ടമല്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
അവർക്ക് താല്പര്യമില്ല പെണ്ണുങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിക്കണം. ഈ പഠിച്ച് ഇതിൻ്റെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇവരെ പഠിപ്പിക്കാൻ, മാക്സിമം പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവർ വർഷങ്ങളായിട്ട് ചെയ്തത് പല കണക്കുകൂട്ടിയ ഇവർ കിച്ചണിനകത്തിരിക്കണം, വീടിനകത്തിരിക്കണം, പുറത്ത് കാണരുത്. അതുകൊണ്ടാണ് ചാക്കും ഈ സാധനമൊക്കെ ഇട്ടുകൊണ്ട് ഈ സ്ത്രീകളെ ഇതിലാക്കിയെടുത്തത്. അതിനെ നേരെ റവല്യൂഷനൈസ് ചെയ്തത് മലബാറിലെ പെൺകുട്ടികളാണ്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു. ആ പെൺകുട്ടികളെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈമാരെ ഓടിക്കാൻ തുടങ്ങി. ഈ ഉസ്താദിനെയും കിസ്താദിനെയൊക്കെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് ബേസിക്കലി റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക്, ഐഡിയോളജിസ്റ്റുകൾക്ക് ഇതൊരിക്കലും ദഹിക്കുന്ന കാര്യമല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. റീസൺ ഉണ്ട് എല്ലാത്തിനും. കാരണം എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും അതിതീവ്രമായി നിൽക്കുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഈ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും. നിങ്ങൾ താലിബാൻ്റെ കാര്യം എടുക്കുക. ഇവിടെ കൊടുക്കുന്ന അയാളിവിടെ വന്ന് പത്രസമ്മേളനത്തിൽ പെണ്ണുങ്ങളെ പോലും വേണ്ടാതെ വെച്ച സംഭവമാണ്. ഇതാണ് സംഭവം. അതതിൻ്റെ പുറകിലുള്ള ഇവരുടെ എല്ലാ ഐഡിയോളജിക്കൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ മറ്റു പല കമ്മ്യൂണിറ്റിയെ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയാലും കേരളം ഭരിക്കുന്ന മുന്നണിയായാലും അപ്പോൾ അത് ഭരിക്കുന്ന പിണറായി അഡ്മിനിസ്ട്രേഷനാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. അതിനെ ഇങ്ങനെ കത്തിച്ച് വലുതാക്കി ഒരു ഇഷ്യൂ ആക്കി മാറ്റുമ്പോൾ മറ്റൊരു പോളറൈസേഷൻ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലാകമാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുവാണെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ് പല സ്കൂളുകളും, കോളേജുകളും, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നടത്തുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് വന്ന് പല ആൾക്കാർക്ക് നിങ്ങൾ KM ഷാജി പറഞ്ഞു അവർ വന്ന സ്ഥാപനങ്ങൾ, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ, ഇഷ്ടം പോലെ. ഇവിടൊക്കെ പോയി പഠിക്കാൻ ഇവർക്ക് പണ്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം ഡെലിബറേറ്റ് ആയിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള ഘടകങ്ങളും കയറി ഇടപെടും. അതാണ് കേരള കാത്തലിക്സിൻ്റെ ബിഷപ്പ് കോൺഫറൻസും മറ്റുള്ള കാത്തലിക് സംഘടനകളും ശക്തമായ രീതിയിലാണ് അതിനെ വിമർശിച്ചത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്? നിങ്ങൾക്ക് വേറെ പോകാം, സത്യം വേറെ പോകാം. അപ്പോൾ അതിനൊന്നും പോകാതെ ഇതുപോലെ ശ്രമിക്കുമ്പോൾ, അതായത് സ്പെസിഫിക് ആയിട്ട് കേരളത്തിൽ ശ്രമിക്കുമ്പോഴും, അതേപോലെ മംഗലാപുരത്ത് ശ്രമിച്ചിട്ട് അവസാനം സെൻഡ് ബാക്ക് ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന മറ്റേ ഹിന്ദുക്കളും മറ്റും അവരവരുടെ രീതിയിൽ, അവരുടെ മത രീതിയിലുള്ള സംഭവങ്ങൾക്ക് ഒരു വലിയ ബാക്ക്ലാഷ് ഉണ്ടായി. അതാ മനസ്സിലാക്കേണ്ടത്. ഇത് ചെറിയ രീതിയിലല്ല പോകുന്നത്, നാഷണൽ ഇഷ്യൂ ആയിട്ട് അങ്ങ് തിളയ്ക്കും. അപ്പം അതിനോ പോകാതെ കുട്ടി വരുന്നു, പഠിക്കുന്നു, പോകുന്ന, രക്ഷപ്പെടട്ടെ. പക്ഷെ രക്ഷപ്പെടാൻ സമ്മതിക്കാത്തൊരു കൂട്ടരുണ്ട്, വർഗീയ വിഷയങ്ങൾ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹിജാബ് ഇഷ്യൂ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന്, അതായത് തൃശ്ശൂരുള്ള ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ് ഈസ് ബേസിക്കലി എ നോൺസെൻസ്, ഒരു ഇഡിയറ്റ് ആക്ച്വലി. അപ്പം അയാൾ ആദ്യം വിചാരിക്കണം അയാൾ ബിഷപ്പൊന്നുമല്ല, അയാൾ യാക്കോബ സഭയിൽ നിന്ന് അപ്പുറത്ത് ഇപ്പത്തും ചാടിയിട്ട് അവിടുന്ന് ഇവിടെ ചാടി. അപ്പം അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തഡോക്സ് സഭ തന്നെ അയാളെ മര്യാദയ്ക്ക് ഇരുത്തണം, അല്ലെങ്കിൽ അയാളെ ഭദ്രാസനത്തിൽ നിന്ന് പുറത്താക്കണം. ഒരു ഇഷ്യൂവിനെ തിളപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ഇഷ്യൂവിനെ ആമിക്കബിളി സെറ്റിൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അയാൾ ആ ഇഷ്യൂവിനകത്ത് കുറച്ചും കൂടെ എണ്ണ എടുത്ത് ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇതുപോലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന മത നേതാക്കളാണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അതിനേക്കാളും മോശമായിട്ടാണ് തൃശ്ശൂർ ബിഷപ്പ് അതിനെപ്പറ്റി പറഞ്ഞ തെറ്റായ രീതിയാണത്. അവരതൊരു ഇഷ്യൂ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതേപോലെയുള്ള ഗ്രൂപ്പുകൾ, അതായത് SDPI, ജമാഅത്ത്, ഇതേപോലുള്ള ഫ്രഞ്ച് എലമെൻസും ഗ്രൂപ്പുകളും വരുമ്പോൾ അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അതായത് തൊടുപുഴയിലെ കോതമംഗലത്ത് ആ കോളേജിലെ അവർക്ക് നിസ്കാര റൂം വേണമെന്ന് അവരൊരു സ്പെസിഫിക് ഇഷ്യൂ ഉണ്ട്. അപ്പം അതിനെ പിന്താങ്ങുന്ന ഒരു റാഡിക്കൽ ഘടകം എപ്പോഴും എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉണ്ട്. അത് വളരെ ആക്റ്റീവായിരിക്കും. അത് സ്ലീപ്പറായിട്ട് കിടക്കുന്ന പെട്ടെന്ന് ഒരു ആക്റ്റീവ് ആകും. അപ്പം ആ രീതിയിലോട്ടല്ല പോകുന്നത്. അത് മനസ്സിലാക്കേണ്ടത് കേരളം ഭരിക്കുന്നവർ കൂടിയാണ്, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതേപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകളെ എന്തിൻ്റെ ആവശ്യമായത്? ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോയി പഠിക്കാം. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന സംഭവമുണ്ട്. ഇതേപോലുള്ള ഇഷ്യൂ കേരളത്തെ വളരെ മോശമായിട്ടും പ്രതിച്ഛായ എല്ലാ രീതിയിലും ബാധിക്കും. ആ രീതിയിലാണ് ഇത് നാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.